കുടുംബ ബന്ധങ്ങളെ പിരിക്കുന്നതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, ഒരു പൈശാചിക ശക്തിയുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നു, അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര വഴക്ക്. എന്തുകൊണ്ടാണ്? ഒരു ഇരുളിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുകയാണ്, അന്ധകാരം വ്യാപരിക്കുകയാണ്. സ്നേഹം വ്യാപരിക്കേണ്ടതിന് പകരം അവിടെ അന്ധകാരം വ്യാപരിക്കുന്നു, ഇരുള് വ്യാപരിക്കുന്നു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥത മാറണമെങ്കിൽ കുറെ പണം ഉണ്ടായാൽ മാറുകയില്ല, നിങ്ങളുടെ രോഗം മാറിയാലും മാറുകയില്ല. നിങ്ങൾക്ക് എന്തെല്ലാം ഈ ലോകപ്രകാരം നന്മകൾ ലഭിച്ചാലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥതകൾ മാറുകയില്ല. കാരണം ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഒരു ഇരുളിൻ്റെ ശക്തിയാണ്, ദുഷ്ടനായ പിശാചാണ്. പിശാച് മാറണമെങ്കിൽ വെളിച്ചം വരണം. എന്താണ് വെളിച്ചം? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ക്രിസ്തുവാകുന്ന പ്രകാശം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നാൽ കുടുംബജീവിതം സ്വർഗമാകും. ഇത് ഒരു അന്ധകാര ശക്തിയും വെളിച്ചത്തിൻ്റെ ശക്തിയും തമ്മിലുള്ളതായ ഒരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വെളിച്ചം ജയിക്കാൻ ഇടയാകണം. വെളിച്ചമാകുന്ന ക്രിസ്തു വന്നാൽ ഇതെല്ലാം മാറിപ്പോകും. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ജീവനുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിച്ചമാവുന്ന ക്രിസ്തു വരട്ടെ. വെളിച്ചം ഉദിക്കട്ടെ. വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ. വെളിച്ചം നിങ്ങളുടെ ദേശത്ത് വരട്ടെ. വെളിച്ചം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വരട്ടെ. വെളിച്ചം നിങ്ങളുടെ സ്ഥാപനത്തിൽ വരട്ടെ. അന്ധകാരത്തിനിടം കൊടുക്കരുത്. അന്ധകാരത്തെ അകറ്റുന്ന ക്രിസ്തുവാകുന്ന പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഉദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ.